നമസ്കാരം. നല്ല അടുക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം തുടങ്ങി. പഞ്ഞമാസം, കർക്കിടക മാസം പറഞ്ഞ പഞ്ഞമാസമാണ്. മൊത്തം ദാരിദ്ര്യം അല്ലേ സരസോ? കായ് തൊടി മുഴുവൻ നടന്നു നോക്കുക. എന്തെങ്കിലും ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല. മഴ ഒന്ന് കുറഞ്ഞാലേ ഇനി എന്തെങ്കിലുമൊക്കെ പൊട്ടി മുളച്ചു വരുള്ളൂ. ചീരയൊക്കെ ഉണ്ട് കേട്ടോ. ചീരയും പിന്നെ മുരിഞ്ഞാടല്ലേ വെക്കാൻ പാടില്ല കേട്ടോ. കർക്കിടക മാസത്തില് വിഷാണെന്ന് പറയും. അങ്ങനെയാണ് പറയാ. ശ്രീപാർവതിയുടെ താലിയാണ് അങ്ങനെയൊക്കെ പറയണൊക്കെ. മഹാലക്ഷ്മിയുടെ താലിയാണ്. അതെന്താ വെച്ചാ ആ കാലത്ത് മുരിഞ്ഞേല എന്തോ ഒരു സംഭവം, ഒരു വിഷം വരുത്തറയല്ലേ. അതാണ് എനിക്ക് എന്റെ ശാസ്ത്രീയ പറയാറിയില്ല. അപ്പൊ ഇന്ന് എന്താ പരിപാടി വെച്ചാ കായും പരിപ്പും കൂടിയിട്ടൊരു കൂട്ടാനാണ്. വളരെ എളുപ്പമുള്ള കൂട്ടാനാണ്. അതിന് ഈ കായ തന്നെ വേണം കേട്ടോ. അത് ഈ കായ്ക്ക് എന്താ പറയാ ചെറുസോ? പൊണ്ണങ്കായ അല്ല. അപ്പൊ അത് മറ്റേ ബജ്ജിക്കായല്ല. ബജ്ജിക്കായ ഇതല്ല. ബജ്ജിക്കായ ഇതിൽ വലിയ കായേ. അപ്പൊ എന്തോ പറയും അതൊക്കെയറിയില്ല. ഈ കായ സാധാരണ കടയിൽ ഈ കായാണ് കിട്ടുക. പക്ഷെ പൊണ്ണങ്കായൊക്കെ വേറുന്നുണ്ട്. അത് നല്ല സ്വാദം. പൊണ്ണങ്കായായിട്ടാണ് ഇത് ബജ്ജി ഉണ്ടാക്കുക അല്ലേ? അതുകൊണ്ട് ബജ്ജി ഉണ്ടാക്കണ്ടാവും. ഈ ഉള്ളു നല്ലോണം എന്താ പറയാ പൊടിയുള്ള കായ. അങ്ങനത്തെ കായ കൊണ്ട് വെക്കണം. പരിപ്പ് വേവിക്കുക, കായ വേവിക്കുക. കായും പരിപ്പും കൂടി ഒപ്പിട്ട് വേവിക്കുക. ഇത് വേഗം വേവണ കായ കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മളിതാ വെളുത്തുള്ളി, ചുവന്ന മുളകും കറിവേപ്പിലയും കൂടി നല്ലോണം ചതച്ചിട്ട് വറവിടും, മൂപ്പിച്ചിടും. അത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. പുളിയില്ലാത്ത കൂട്ടാനാണ്. എരിവ് വേണ്ടെങ്കിൽ മുളക് വേണ്ട. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി കുറച്ചാണ് എടുത്തു. അത്രയേ ഉള്ളൂ കേട്ടോ. ഒരു കണക്ക് വെച്ചിട്ടൊന്നുമല്ല. ഇതിലൊരു 10-15 അല്ലി ഉണ്ട്. കരുവേപ്പില, മുളക് ചതച്ച മുളക് തന്നെയാണത്. എന്നാലും ഞാൻ ചതക്കട്ടോ. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യട്ടെ. അപ്പോൾ ഇതാ വെള്ളമൊഴിച്ച് വെക്കാൻ പോവാട്ടോ അടുപ്പത്ത്. മഞ്ഞപ്പൊടി ഇട്ടു. കായയിൽ മഞ്ഞപ്പൊടി ഇടാം. അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ അതിലും മഞ്ഞപ്പൊടി ഇടണം കേട്ടോ. കഷ്ണം വെന്തു. നല്ലോണം വെന്തണ്ണു. നല്ലോണം വേവണം. വെന്ത് ഇങ്ങനെ ഉടയാൻ പാകത്തിനാവണം കഷ്ണം. എന്നിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ചില കായ കല്ലിക്കും. പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി ആ പരിപ്പ് കുക്കറിൽ വേവിച്ചിരുന്നപ്പോൾ അതരിക്കാണ്ട് കൂട്ടിയാൽ മതി. അത്രേ വേണ്ടൂ. കായും പരിപ്പും കൂടി ഒപ്പിട്ടാൽ ചിലപ്പോൾ കായ അങ്ങോട്ട് കലങ്ങാൻ സാധ്യതയുണ്ട്. ചില കായ കേട്ടോ. ചിലപ്പോൾ കലങ്ങൂല്ല, കുഴപ്പമുണ്ടാവില്ല. കഷ്ണം വേറെ കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ വേവിക്കുക തന്നെയാണ് നല്ലത്. എന്നിട്ട് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ പരിപ്പ് അതിൽ ചേർത്തു. ഇനി നല്ലോണം തിളയ്ക്കണം. രണ്ടും കൂടി ഒന്ന് യോജിപ്പ് വരണം. അപ്പോൾ അടച്ചു വെച്ച് കുറച്ച് നേരം തിളയ്ക്കട്ടെ കേട്ടോ. ഒരു കാര്യം കാണിച്ചു തരണം. കിണറ്റിലെ വെള്ളം നോക്കി വെക്കോട്ടോ. നല്ല മഴ. ഞാൻ പറയുമ്പോൾ കേൾക്കണ്ടാവില്ല. എന്താ കഴിഞ്ഞൊന്നും ഇതൊന്നും അറിഞ്ഞിട്ടില്ല വെള്ളം.
അതാ കൂട്ടാൻ റെഡി ആയിട്ടാ. കുറച്ച് കറിവേപ്പില ഇങ്ങനെ കണ്ടോടക്കനുണ്ട്. വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഇതാ കടുക് വറവിടാൻ പോവുകയാണ്. ചതച്ച് വെച്ച മുളക് പിച്ച് നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടാ. അപ്പൊ നമ്മുടെ കൂട്ടാൻ വെപ്പ് കഴിഞ്ഞു. വളരെ എളുപ്പമാണ്, വേഗത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഏതോ ഒരു വീഡിയോ കാണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ചേന കൂട്ടാൻ്റെ ഒറ്റ വീഡിയോ ആണ് തോന്നുന്നു. അച്ഛൻ കറി എടുക്കണ വീഡിയോ കണ്ടപ്പോഴേ ആരോ ചോദിക്കുന്നത് കമന്റ് ബോക്സിൽ ചോദിക്കുന്നത് അച്ഛനെ എടുത്തു കൊടുത്തൂടെ, കൂട്ടാൻ എടുത്തു കൊടുത്തു. അച്ഛന് അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഇഷ്ടമല്ല, അച്ഛന് തന്നെ എടുത്ത് കഴിക്കണതാണ് ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വിളമ്പി കൊടുക്കുക അതൊന്നും ശീലമില്ല അച്ഛന്. തന്നെ ഒക്കെ അവനോന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും. ഇപ്പോൾ വെയ്യാൻ്റെ എപ്പോഴാണ് കുളിപ്പിക്കലൊക്കെ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. പിന്നൊരു കാര്യം ഒരാൾ ചോദിച്ചത് എന്താ അറിയോ, അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൂടെയാണ്. അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് പറഞ്ഞാൽ അച്ഛൻ എന്താ വിളിക്കണം. അതാ എൻ്റെ സീറ്റ് ഇതാണ് സ്ഥിരം. നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്ഥലം ഉണ്ടാവില്ലേ, ഓരോ സ്പേസ് ഉണ്ടാവില്ലേ. എല്ലാവരുടെയും വീട്ടിലുണ്ടാവും തോന്നുന്നു അങ്ങനെ ഒരു കസാര സ്വന്തം. എനിക്കുണ്ട് അങ്ങനെ. എന്തായാലും എൻ്റെ സ്പേസ് ഇതാണ്. എന്റെ സരസ് ചിലപ്പോ ഇവിടെ കയറിക്കണം, ചിലപ്പോ പുറത്ത് വാതിലൊക്കെ തുറന്നിട്ട് അവിടെ ഇരിക്കും ചില സമയത്ത്. അതെ, അതൊക്കെ ഓരോ മൂടാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അച്ഛൻ്റെ കൂടെ ഇരിക്കായെന്നല്ല കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ശ്രീല നല്ലയിടം എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ നല്ലയിടത്ത് അടുക്കള പേജുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ.